ഇനി കുഞ്ഞിനിടാനുള്ള പേര് അച്ഛൻ കാതിൽ വിളിക്കട്ടെ. ശ്രീ പാർവതി, ശ്രീ പാർവതി, ശ്രീ പാർവതി. അർജുനേട്ടൻ പറഞ്ഞിരുന്നു, പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ സത്യമ്മയുടെ അമ്മയുടെ പേര് തന്നെ ഇടണോന്ന്. ശ്രീ പാർവതി, ശ്രീ പാർവതി, ശ്രീ പാർവതി. അയ്യോ, ഭാമേ, നീ മോളെയും കൊണ്ടുവാ. ഇങ്ങതാ പിള്ളേ. പിള്ളേ ദക്ഷിണ കൊടുക്ക. ശരി സത്യമേ, വന്നാട്ടെ. ആയിക്കോട്ടെ. അല്ല അല്ല നമ്പൂരി, എന്റെ അമ്മ ഞാൻ പറയുന്നൊന്നും പോടാ, അവന്റെ ഒരു അഭിപ്രായം പറിച്ചില്ല. എന്താ ഇഷ്ടപ്പെട്ടത്? കഷ്ടം. എന്റെ അച്ഛ, അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അമ്മോട് സംസാരിക്കും. എടാ, നിനക്കിപ്പോ എന്താ അത്ര അത്യാവശ്യമായിട്ട് അമ്മയോട് സംസാരിക്കാനുള്ളത്? അല്ല എന്താ പറ. എന്റെ ശാലയുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം. എടാ പൊട്ടാ, എടാ അതിന്റെ സമയമല്ല ഇപ്പൊ കുറിച്ചത്. എടാ അതാണ് നീ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്. അല്ല അപ്പൊ വിജയവാഡയിലെ തക്കാളി കൃഷിയോ? തക്കാളി കൃഷി എന്നെ കൂടെ പറയണം. പൊക്കോണടുത്തും അയ്യോ കേസ് വാദിക്കാൻ നീ വേറെ വക്കീലെ കണ്ടെത്തിക്കോ. അച്ഛന്റെ മരുമോനെ ഞാൻ കൊല്ലും. എനിക്കൊന്നും നോക്കാനില്ല. കുട്ടികളെ മാറിയിട്ടില്ല രണ്ടിന്റെ. വക്കീലേ പോണ്ടേ, വിജയവാഡയിലേക്ക് പോണ്ടേ? തന്നെ വാ, തിങ്കളാഴ്ച അതോ വെള്ളിയാഴ്ച പോണോ? വക്കീലെ നിന്നോ, വക്കീലെ നിന്നോ. പോ വിഷ്ണു കളിയാ.
തന്നെ എനിക്ക് കിട്ടണോ? ഓ ശരി. ഓണം വിജയോണം. എന്റെ ഈശ്വരൻ, ഞാൻ അവരെങ്ങനെ ഫേസ് ചെയ്യും? എന്താ രാഘവേട്ട, എന്തോ ഒരു ശബ്ദം കേട്ടത്? ഭാമേ, നീ അടുത്ത് വന്നേ. ഞാൻ അടുത്ത് വാ. എന്താ എല്ലാരും ഇങ്ങനെ ചിരിക്കുന്നേ? നീ വാ, കുട്ടികളെ കണ്ട. ഇന്നടുത്ത് വാ. പിന്നെ സുസ്മിത, വിഷ്ണുവിന്റെ ശാലിനിയുടെയും മണിയറ ഒരുക്കേണ്ടത് നീയാ കേട്ടോ. കുഞ്ഞു അറിയുന്നു. അയ്യോ, ചെല്ലു മോളെ, ഞാൻ പോയി നോക്കിട്ട് വരാമേ. കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ട്. ശരി, ഞാൻ വിളിക്കാം. ആഹാ, ഇതൊക്കെ പൊട്ടിച്ചോ? പാത്രങ്ങൾ കുറെ കഴുകാനുണ്ട്, ഒന്ന് സഹായിക്കണം. എന്താ? അല്ല, കഴുകാനുള്ള പാത്രങ്ങള് അത് അടുക്കളയിലുണ്ട്. ഇത് കളഞ്ഞിട്ട് വേഗം ചെന്ന് തുടങ്ങിക്കോ. ഒരത്യാവശ്യ കാര്യത്തിനായി പോയില്ലേ? നടത്തി തരാടി നിന്റെ ശാന്തി മുഹൂർത്തം. രാഘവേട്ട, കുറച്ച് പൂക്കളും പഴങ്ങളും ഒക്കെ വേണം അവരുടെ ശാന്തി മുഹൂർത്തത്തിന്. ഓ, ഞാൻ ആ കമലിനെ വിളിച്ചൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഇനിയിപ്പം വിഷ്ണുവിനെ ഉടനെ പ്രതീക്ഷിക്കണ്ട. അതെനിക്കറിയാം. വന്നല്ലോ. അല്ല, എന്താ മോനെ, അർജുനെ കിട്ടിയില്ലല്ലേ? ഇല്ല, കിട്ടിയില്ല. അച്ഛാ, ഡൗട്ട് ഉണ്ട്. ഒരു വക്കീലിനെ കൊന്നാലേ മറ്റുള്ള കേസിനേക്കാൾ ശിക്ഷ കൂടുതലാ. ശരിക്കണ്ട, അച്ഛനെ മരുമോനെ ഞാൻ കൊല്ലും. എന്തോ നാടാ. ഒന്ന് പോയിട്ടേ പ്ലീസ്. ഞാനങ്ങോട്ട്. ഓ,
നന്നായിട്ടുണ്ട് ഏട്ടാ, നന്നായിട്ടുണ്ട്. വാ രാഘവേട്ട, വാ. അമ്മ എന്താ അവക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പോവാ? ഇവക്ക് മാത്രമല്ലടി, നിനക്കും ഉണ്ട്. ആ, നിങ്ങൾ രണ്ടാൾക്കും എടുത്തിട്ട് കാശ് തികഞ്ഞ ഞാനും എടുക്കും ഒരെണ്ണം. ആ, സത്യാമ്മയുടെ മൂത്ത മകന്റെ ഭാര്യയുടെ കുടുംബക്കാരല്ലേ മക്കളെ നമ്മള്. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? പോവാമേ? കുറച്ചു കഴിഞ്ഞിട്ട് പോവാം മക്കളെ. അല്ല, ഇപ്പൊ തന്നെ പോവാന്ന് അമ്മയല്ലേ പറഞ്ഞേ? മര്യാദക്ക് കേറിപ്പോയ രണ്ടും. പട്ടുപായം വാങ്ങാത്തതിന്റെ കുറവേ ഉള്ളൂ ഇനി. അമ്മേ, വാടി ഇങ്ങോട്ട്. അമ്മേ, വാ ശ്യാമേ. ശ്യാമേ, ഊണ് കഴിക്കാൻ ആരെങ്കിലും വിളിച്ചാ പോവല്ലേ. നമ്മള് നൂലുകെട്ടിന് പോയിട്ട് നിറച്ചുണ്ടെന്ന് പറഞ്ഞാ മതി. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്കൊന്നും കഴിക്കണ്ടല്ലോ. ഹാ, എന്ത് നല്ല സദ്യയായിരുന്നു. ശ്യാമേ, ചടങ്ങിനിട്ടുകൊണ്ട് പോയ പട്ടുകുപ്പായം നീ അത് ഊരിയിട്ടേക്കണേ. സത്യാമ്മയുടെ വീടിന്റെ മോടിക്കനുസരിച്ചെടുത്തതാ അത്. അതില് വെറുതെ ചെളി പറ്റിക്കണ്ട. മോളെ, പട്ടുകുപ്പായം വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അമ്മേ. പ്രീതി ചേച്ചിയുടെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മോളെ? ശാരി അറിഞ്ഞില്ലെങ്കിലും നീ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മള് തുണിയെടുക്കാൻ കടയിലേക്ക് ഇറങ്ങാൻ നേരമല്ലേ ശാന്തയും രാജിയും വന്നത്. അവര് അച്ഛനെ പറ്റി ഒരു വിവരം പറഞ്ഞു. അച്ഛനെ പറ്റിയോ? ആ, മക്കളറിയണ്ട, വേദനിക്കണ്ടെന്ന് കരുതി ഇത്രയും നാളും ശാരദ അത് സ്വന്തം നെഞ്ചിൽ തന്നെ സൂക്ഷിക്കുക. ഇയാളെ മുഴുവനായിട്ട് കത്തിച്ച് കളയാൻ മാത്രം തീയുണ്ടായിരുന്നു നമ്മുടെ കണ്ണില്. പിന്നെ അമ്മ എന്താ ചെയ്യാന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. അമ്മ എന്തെങ്കിലും കടുങ്കായി പ്രവർത്തിക്കുന്ന ഉറപ്പായിരുന്നു. എടോ, ഒരുപക്ഷെ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്നെ. എടോ, അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇയാളെ തല്ലി. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശ്രദ്ധ മാറി. സഹതാപം ഇയാളോടായില്ലേ? എടോ, തന്നെ തല്ലണ്ടെന്ന് വരെ പറഞ്ഞില്ലേ? എടോ, അല്ലെങ്കിൽ എന്തോ ആയിരുന്നു ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടോ, അതങ്ങനെ പറ്റിപ്പോയി.
എടോ അതിന് എന്ത് പിഴ ഞാൻ കൊടുക്കേണ്ടത്, എന്ത് പ്രായച്ചിത്ത ചെയ്യേണ്ടതെന്ന് ഇയാൾ പറ. അല്ലെങ്കിൽ ഞാൻ വിഷ്ണുട്ടൻ എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക്. ഇയാൾ എന്നോട് പിണങ്ങരുത്, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇയാൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ വിധിച്ചോ, വഴക്ക് കൂടിക്കോ, എന്ത് ചീത്ത വേണമെങ്കിൽ വിളിച്ചോ. എന്നിട്ടും ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്നെ അടിച്ചോ. താൻ എന്നോട് മിണ്ടാതെ മാത്രം ഇരിക്കരുത്. വിഷ്ണുട്ടൻ ഈ കൈ വെച്ചല്ലേ തന്നെ ഞാൻ അടിച്ചേ. ഈ കൈ അങ്ങ് പോട്ടെ. എന്റെ കൈ കൂടി കൂട്ടിയിടിക്കും വിഷ്ണുട്ടൻ. വിഷ്ണുട്ടന്റെ കൈക്ക് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അത് എന്റെ കൈ തകർന്നതിന് ശേഷം മാത്രം. വിഷ്ണുട്ട, ഏട്ടനോട് പിണങ്ങി മിണ്ടാതിരുന്നതല്ല ഞാൻ. ഏട്ടന്റെ സ്ഥാനത്ത് ചിലപ്പോ വേറെ ആരായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ സുസ്മിത എന്നോട് ചെയ്ത ചതിയെ പറ്റി കൂടി അറിഞ്ഞപ്പോ എനിക്കാകെ വല്ലാതായി. കുറച്ചു സമയം ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കണം. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. മഞ്ഞിൻ തൂവൽ തുമ്പിൽ സൂര്യൻ ചിന്നിമായുന്നു, തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. സയ്യാവേ, 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 ഇനി മോതിരം. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്നക്കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ ഇനി മറ്റേ കൈ. സ്നേഹം കൈമാറുന്നു. സൂപ്പറായിട്ടുണ്ട്. I just wanna love you, girl. I just wanna live my life with you. സ്വപ്നക്കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. I just wanna love you, girl. I just wanna live my life with you. അല്ലെങ്കിൽ വേണ്ട. അളിയാ, ആ അളിയൻ ഇന്ന് രാത്രി ബിസിയാണോ? എന്താ കാര്യം? നമുക്കേ വിജയവാഡയിലെ തക്കാളി കൃഷിയുടെ കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. ഇയാളെന്ന് ഞാൻ തക്കാളിയോ ഞാൻ വരുന്നില്ലേ? വിജയവാഡ ഇന്ന് രാത്രി 10:55 ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം തുടങ്ങും. മുടക്കാമെങ്കിൽ
നീ മുടക്കിക്കോ. ആ വിഷ്ണുവിന്റെ ശാലിനിയുടെ മണിയറ ഒരുക്കേണ്ടത് നീയാ കേട്ടോ. സുസ്മിതേ, കഴിഞ്ഞില്ലേ മോളെ? ദേ മുഹൂർത്തം ആവാറായി. പെട്ടെന്ന് തീർത്തിട്ട് മോള് പുറത്തിറങ്ങി പൊയ്ക്കും. അധിക സമയം നീ ഇവിടെ നിന്ന് തിരിയണ്ട കേട്ടോ. ശരി. ഈ ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവരുത്. മനസ്സാ വരിച്ച പുരുഷന് മറ്റൊരു പെണ്ണിന് വേണ്ടി മണിയറ ഒരുക്കൽ. ഛേ. ഇല്ല, ഇത് നടന്നൂടാ, നടക്കാൻ പാടില്ല. സുസ്മിതയോടാ കളി. വഴിയുണ്ട്. സുസ്മിത ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്താടി പിന്നെ പാതാളത്തിലേക്ക് പോവോ? ഞാനല്ലേ മണിയറ അലങ്കരിച്ചത്. ആ അത് നന്നായി. എങ്ങനെയുണ്ട് ശാലിനിയുടെ ഒരുക്കം? നന്നായിട്ടുണ്ടോ? ഇന്ന് രാത്രി 10:55 ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം തുടങ്ങും. മുടക്കാമെങ്കിൽ നീ മുടക്കിക്കോ. സുസ്മിത ഒന്നും പറഞ്ഞില്ല. നന്നായിട്ടുണ്ട്. ആ എന്നാ നീ അകത്തേക്ക് ചെല്ലു ശാലിനി. എന്നാ ചെല്ല്. ശാലിനി, കണ്ട ഇയാളുടെ മുഖം റോസാപ്പൂ പോലെ തൊടുത്തിരിക്കുന്നേ. അല്ല, ഇയാൾക്ക് വേദനിച്ചു എന്നല്ലേ പറഞ്ഞേ? എന്റെ ദൈവമേ, അപ്പൊ ഇത് സ്വപ്നമല്ല. എടോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. ഒടുവിൽ നമ്മളിങ്ങനെ എടോ, തനിക്കൊരു കാര്യം അറിയോ? ഇയാളെ ഒന്ന് കാണുന്നത് പോലെ എനിക്ക് സന്തോഷം. സംസാരിക്കുമ്പോഴും അടുത്തുണ്ടാവുമ്പോഴും ഒക്കെ വേറൊരു സന്തോഷ. എനിക്കതായാലും മതിയിടോ. പക്ഷേ ഈ രാത്രിക്കൊരു പ്രത്യേക സന്തോഷമില്ലേ? അല്ല, ഇയാൾക്ക് ആഗ്രഹമില്ലെങ്കിലേ പിന്നെ എന്തിനാ ഈ ഇന്ന് തന്നെ ശാന്തി മുഹൂർത്തം നടക്കും എന്ന് പറഞ്ഞിട്ട് സുസ്മിതനെ വെല്ലുവിളിച്ച്? എന്താ പാല് പാല് അതെ, ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നതിന് മുമ്പേ ഇയാൾക്ക് എനിക്കൊരു സംഗതി കാണിച്ചു തരാണ്ട്.
ആ അതൊക്കെ ഉണ്ട്. കണ്ടയാൽ ഞെട്ടും. അതൊരു മ്യൂസിയ. അതിപ്പോ ഇയാളുടെ കമ്മലിനെന്താ പറ്റിയേ? അത് താഴെ പോയി. ഞാൻ തപ്പിയെടുത്തരാലോ. വേണ്ട, എനിക്കറിയാം തപ്പിയെടുക്കാൻ. എടോ, ഇതെങ്കിലും ചെയ്യാൻ എന്നൊന്ന് അനുവദിക്കോ? ഇങ്ങനെ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിലെന്ത് ഡബിൾ മീനിങ്? ഇതെവിടെ പോയി? ഇത് ഭയങ്കര ചാന്തിയായിപ്പോയി വിഷ്ണുട്ടാ. ഞാനിത് തിരയാൻ സ്ഥലം ബാക്കിയില്ല, അറിയോ? അതെ, അതൊക്കെ ഭദ്രമായിട്ട് ഈ ബോക്സിലുണ്ടായിരുന്നു. അതെ, ഇനി വേറെ എന്തൊക്കെയുണ്ട് ഈ മ്യൂസിയത്തില്? ഇയാളെ എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റില്ലേ, ആ താജ്മഹൽ ശില്പം മുതല് ഇയാളുടെ കൈതൊട്ട ഓരോ അമൂല്യ വസ്തുക്കളും ഇതിനകത്തുണ്ട്. നോക്ക്. അതെ, മതി 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 മതി. ഇനി അത് അധികം കയ്യിൽ വെക്കണ്ട. ഇതേ എന്റെ നിധിയാ. ഇത് ഭദ്രമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. മറ്റേ ആചാരല്ലേ? പാതി പിടിച്ചോ. ഇനി എന്തൊരു ഇതും പിടിച്ചോണ്ടിരിക്കുന്ന ഇങ്ങോട്ട് തന്നൂടെ? ഇതെവിടെ പോയി? അല്ല, ഇതെന്താ? ഓ, മറ്റേ ആചാരം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ ദൈവമേ, ഒരു അധോലോകം തന്നെ തുടങ്ങാൻ മാത്രം തെമ്മാടികളായിട്ടുള്ള മക്കളുണ്ടാവട്ടെ. വിഷ്ണുട്ട, ചതിക്കല്ലേ. ഇന്ന് തന്നെ ഇത് രണ്ടാമത്തെ വരോ. ആദ്യത്തേത് സത്യാമ്മയുടെ അടുത്തുനിന്ന് കിട്ടി. ഇത് എന്തടാ? എന്താ മോളെ, എന്ത് പറ്റി? കുഞ്ഞ് തീരെ ഉറങ്ങുന്നില്ലമ്മേ. മുറി കൊണ്ട് കിടത്തിയ അപ്പ കരയും. നീ കുഞ്ഞിനെ തന്നെ വിട്ട് വിട്ടെ. വാ വാ വാ, ഇങ്ങ് വന്നേ. വാ 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 വാ. ഓ, അമ്മൂമ്മന്റെ വാവില്ലട്ടാ ചക്കരെ. വാ 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 വാ. ഓ ഇതൊരു കരച്ചിലാ. ഈ കുട്ടി പിശാചിന് ഉറക്കമില്ലേ? മോള് വല്ലാതെ കരയുന്നുണ്ടല്ലോ. വിഷ്ണുട്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതെ അതെ അതെ, പെട്ടെന്ന് വരണേ, അല്ലെങ്കിൽ ഞാൻ കരയും.
പൂത്തുവോ മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ കൊള്ളാലോ ഈ സ്പ്രേ. ഇതാ വേണ്ട പ്രീതി, കൈ മാറിയ ചിലപ്പോ ഉണരും. നന്നായിട്ട് ഉറങ്ങട്ടെ. എന്താടി? ഒന്ന് പെട്ടെന്ന് വന്നേ വല്യേച്ചി. എന്തോ കുഴപ്പമുണ്ടല്ലോ അമ്മേ, നീ വാ. വല്യേച്ചി അമ്മേ പ്രീതി. അയ്യോ മോളെ എങ്ങി താ പ്രീതി, താ. വേണ്ട, ഞാനല്ലേ ആദ്യം കണ്ടേ. ഇങ്ങ് തന്നെ. അയ്യോ അമ്മേ, രണ്ടാളും കൂടി പിടിച്ചു വാങ്ങിച്ചു കുഞ്ഞിനെ താഴെ ഇടല്ലേ. അമ്മേ രണ്ടാളും കൂടി പിടിച്ചോ. ആന്റിമാരെ മനസ്സിലായോ മോക്ക്? ആദ്യമായിട്ട് കാണുക, എന്നിട്ടാ ഇങ്ങനെ ചോദിക്കുന്നത്. അവക്കതൊക്കെ മനസ്സിലാവും. അവൾ ഉണ്ടാകുന്നതിന് മുമ്പേ എന്റെ ശബ്ദം കേട്ടോണ്ടിരുന്നതല്ലേ. ഓ, അപ്പൊ ഞാനിതാ മാവിലായി കാര്യമാണോ? അല്ല, അതിന് നീ എപ്പോഴാ പ്രീതിക്കടുത്തുണ്ടായിരുന്നത്? കുഞ്ഞു അവയ്ക്ക് എന്നെ അറിയാം അല്ലേ മോളെ? പിന്നെ ഓ മോളെ, ഞാൻ അകത്ത് പോയി ആരതി എടുത്തോണ്ട് വരാം. ശാരദാമ്മേ, ഞാൻ പെട്ടെന്ന് പോവും. സാരമില്ല, വീട്ടിൽ ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വരുന്നല്ലേ. നിക്ക്. അല്ല, പെട്ടെന്ന് എങ്ങോട്ട് പോകുന്നാ? പ്രീതി വേണേ പൊക്കോ, കുഞ്ഞിനെ ഞങ്ങൾ ഉടനെ ഒന്നും വിടാൻ പോകുന്നില്ല. അതല്ല ശാരി, കുഞ്ഞിന്റെ ജന്മനക്ഷത്ര പൂജ എന്തോ ബാക്കിയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പൂജ പൂർത്തിയാക്കും വരെ വീട് വിട്ട് അമ്മയും കുഞ്ഞും എവിടേക്കും പോവാൻ പാടില്ല അത്ര. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെന്ന് കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർത്താ ഞാൻ. വാവേ, ആ മോളെ, കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് നീങ്ങി നിക്ക്. അമ്മയുടെ മോള് വന്നേ. സത്യഭാമേ, 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 സത്യഭാമേ. ആരാത്?
അല്ല സിദ്ധനോ? സ്വാമി, അകത്തേക്ക് ഇരിക്കാം. കർമ്മബന്ധങ്ങൾ ഉപേക്ഷിച്ചവന് ആദരവും അനാദരവും തുല്യം, സ്വീകരണവും സൽക്കാരവും നിഷിദ്ധം. പിള്ളേ, ആരാ വിഷ്ണുട്ടാ? നോക്കാം. വിഷ്ണുട്ടാ, അങ്ങിവിടെ വരേണ്ടി വന്നു. സ്വാമി, ഒരു വേലോട്ടം കൂടുമ്പോ ആൽത്തറ ക്ഷേത്രത്തിൽ ദർശനം നൽകാറുണ്ടെന്നറിയാം. അതിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറയാറുമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സന്ദർശനത്തെ കുറിച്ച് കേട്ടുകേൾവിയില്ല. തിന്മയാണു മനുഷ്യന്റെ സഹജവാസന. ഭൂമിയിൽ മനുഷ്യർ പെരുകും, അതിനൊപ്പം തിന്മയും. പക്ഷേ അത് അളവിലപ്പുറമാകുമ്പോൾ ഭൂമിയുടെ സന്തുലനം താറുമാറാകും. ആ സമയത്ത് ഭൂമിയെയും അതിലെ സകല ചരാചരങ്ങളെയും രക്ഷിക്കാൻ വിശ്വനാഥനായ ഭഗവാൻ അവതരിക്കും. മത്സ്യമായോ, കൂർമ്മമായോ, വരാഹമായോ, മനുഷ്യനായോ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ. വിഷ്ണുട്ടനാണല്ലോ. ഓ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. എടാ, എടുക്കുന്നതിന് പിന്നെ ഒന്നുകൂടെ വിളിക്ക്. ആ, നിനക്കെന്താടി ഫോൺ എടുത്താല്? ഞാനിങ്ങ എത്താറായി അമ്മേ, അതുകൊണ്ടാ എടുക്കാൻ ഞാൻ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അല്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? കുഞ്ഞിനെങ്ങതാ? ഭാമേ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അവള് മെഡിക്കായിട്ടിരിക്കുവോ രാഘവേട്ട. നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയേ? ഞാൻ ആദ്യമായിട്ടാണോ ഈ വീടിന് പുറത്തു പോകുന്നത്? അത് നമ്മുടെ കാറില്. ഒരമണിക്കൂർ ഞാനങ്ങ് മാറി നിന്നപ്പോഴേക്കും വരുന്നത് മഴിക്കണ്ണ് നോക്കി ഇരിക്കുക. എന്നെ മോളെ പറ്റിയുള്ള അളവിൽ കഴിഞ്ഞുള്ള ആശങ്ക. ഞാൻ മാറി നിന്നപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? അല്ല മോളെ, അർജുൻ കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. ഭാമേ, കുഞ്ഞിനെ ഉണ്ടാകത്തു പോ. വാ.